മീൻതല കറി വെക്കാനുള്ള അരപ്പാണ് കേട്ടോ ഈ കിടന്ന് തിളച്ച് മറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാനിങ്ങനെ വലിയ തല ഒറ്റയ്ക്കായിട്ട് കറി വെക്കണം എന്നൊക്കെ വിചാരിച്ച് ആഗ്രഹിച്ച് കവറ് തുറന്ന് നോക്കിയതാണ്. അപ്പോൾ ഇതേ തലയെല്ലാം കൂടെ വെട്ടിമുറിച്ച് കഷ്ണങ്ങളാക്കി തലച്ചോറ് വരെ പുറത്താക്കി എടുത്തുകൊണ്ടാണ് കടയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്നത്. ഞാനിങ്ങനെ ഒറ്റയ്ക്ക് തല ഫുള്ളോട്ട് ആ ചാറി മുക്കി ഇങ്ങനെ കറി വെക്കണം എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. പക്ഷേ അത് നടന്നില്ല. അങ്ങനെ ന്യൂ ഇയർ ആണ് കേട്ടോ, ന്യൂ ഇയറിൻ്റെ പരിപാടികളാണ്. ന്യൂ ഇയറിന് നമ്മളങ്ങനെ മീൻ തലക്കറിയും കപ്പയും വേവിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതാ നമ്മുടെ മീൻകറിയൊക്കെ സെറ്റായിക്കൊണ്ടിരിക്കുക. അപ്പോൾ കപ്പ അതാ കുക്കറിനകത്ത് അവിടെ വെന്തിരിക്കുന്നുണ്ട്. അത് പിന്നെ അമ്മ അതാ കുത്തി ഇളക്കി ഉടച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ രാത്രിക്കാണ് ഈ പരിപാടിയൊക്കെ ചെയ്യുന്നത്. അത് കാരണം അരപ്പൊന്നും തേങ്ങയൊന്നും ചേർത്ത് അരപ്പൊന്നും കപ്പയ്ക്ക് ഇടുന്നില്ല. വെറുതെ മീനിൻ്റെ ചാറുണ്ടല്ലോ, അപ്പോൾ പിന്നെ അതൊഴിച്ച് വേഗം തന്നെ കഴിച്ചേക്കാമെന്ന് വിചാരിച്ച് സിമ്പിളായിട്ടുള്ള പരിപാടികളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അടുക്കളപ്പണിക്ക് എല്ലാത്തിനും കൂടാൻ വേണ്ടി യേശുക്കുട്ടൻ റെഡിയാണ് കേട്ടോ. എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവും എല്ലാ പണിക്കും കൂടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ന്യൂ ഇയറിൻ്റെ അങ്ങനത്തെ ഭക്ഷണ പരിപാടിയൊക്കെ റെഡിയായി. അപ്പോൾ ന്യൂ ഇയറിൻ്റെ ജനുവരി 1-ാം തീയതി അമ്മയുടെ ബർത്ത്ഡേ ആണ്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ സ്റ്റാറ്റസ് ഇടുന്നതും ആഘോഷിക്കുന്നതും കേക്ക് മുറിക്കുന്നതൊക്കെ. അമ്മ ഇന്ന് വരെ കേക്ക് മുറിക്കുകയോ ആരും അമ്മേനെ വിഷ് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെ ജീവിതത്തിൽ ആദ്യമായി അമ്മയുടെ ബർത്ത്ഡേ ആഘോഷിച്ചു കേട്ടോ. പിള്ളേരുടെ ഒരു ക്യാപ്പൊക്കെ അവിടെ ഇരിപ്പുണ്ടായിരുന്നത് എടുത്ത് തലയിൽ വെച്ച് കൊടുത്തു. അങ്ങനെ എല്ലാ പിള്ളേരും വായിലൊക്കെ തൊട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാനും വെച്ചു, എല്ലാവരും വെച്ച് കൊടുത്തു. പിന്നെ നമ്മുടെ കപ്പയും മീൻ തലക്കറിയും കൂടെ കഴിക്കുകയാണേ. അപ്പോൾ സിമ്പിളായിട്ട് അങ്ങനെ നമ്മൾ ബർത്ത്ഡേ ആഘോഷവും ന്യൂ ഇയറിനല്ലേ കേക്ക് മേടിക്കണം എന്ന് വിചാരിച്ചാണ്. അപ്പോഴാണ് അമ്മയുടെ ബർത്ത്ഡേ വന്നത്. അപ്പോൾ ന്യൂ ഇയറിനും ബർത്ത്ഡേക്കൊക്കെ കൂടെ ഒരു കേക്ക് മതി. അങ്ങനെ നമ്മൾ കേക്കൊക്കെ മുറിച്ച് ബർത്ത്ഡേ ആഘോഷിച്ച ശേഷം രാത്രി ആയപ്പോഴത്തേക്കും നമ്മുടെ കപ്പയും തലക്കറിയും കൂടി എടുത്ത് കഴിച്ചു. ഞങ്ങൾ കഴിക്കുന്ന കണ്ടപ്പോഴത്തേക്കും നമ്മുടെ മീൻകൂട്ടം വന്ന് ഇങ്ങനെ നോക്കുകയുണ്ട്. അതിന് വിശന്നിട്ടാന്ന് തോന്നുന്നു ഇങ്ങനെ എത്തി നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കഴിച്ച് കഴിഞ്ഞപ്പോൾ ഞാനും കൂടെ കഴിച്ചേ. അങ്ങനെ പിന്നെ അവിടെ ന്യൂ ഇയറും ബർത്ത്ഡേ ആഘോഷിച്ചു.